മതി കേട്ടോ നമുക്ക് മയണൈസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഈ വൈറ്റ് സോസ് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും കറിക്ക് കൊഴുപ്പില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ, ഇപ്പോൾ കടലക്കറിക്ക് കൊഴുപ്പില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഈ വൈറ്റ് സോസ് കുറച്ച് ചേർത്താൽ മതി, നല്ല രുചിയായിരിക്കും. ഇങ്ങനെ ചില ചില ടിപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അറിയാനായിട്ട് ജുവൽ ബേബീസ് വേൾഡിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം. വൈറ്റ് സോസ്, മയണൈസ്, ഇങ്ങനെ പേരിലുള്ള ഗാർലിക് സോസ്, അങ്ങനെ 3 പേരുണ്ട് കേട്ടോ ഇതിന്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ, 2 മിനിറ്റ് മതി. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുട്ടയില്ലാത്ത മയണൈസാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഉരുളക്കിഴങ്ങ് തന്നെ മതി നമുക്ക് ഒരു ചെറിയ ബൗളും ഫുൾ മയണൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം. പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് പൊടിച്ച് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. പക്ഷേ ഗാർലിക് സോസ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗാർലിക് സോസിന് വേണ്ടി ഒരു 3-4 ചെറിയ വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മയണൈസ് നല്ല സൂപ്പറായി കിട്ടാനായിട്ട് നമുക്കിനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഇതിന് അത്ര സ്യൂട്ടബിൾ അല്ല കേട്ടോ, ചെയ്യാനായിട്ട് പറ്റില്ല. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അങ്ങനത്തെ ഓയിൽസ് മാത്രമാണ് ഈ മയണൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. ഞാനിവിടെ തിളപ്പിച്ച് ആറിയ പാല് ഒരു 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സൺഫ്ലവർ ഓയിലും 3 ടേബിൾ സ്പൂൺ ആണ്, പാലും 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് റെഡിയായി കഴിഞ്ഞു നമ്മുടെ മയണൈസ്. സിമ്പിളായിട്ട് പെട്ടെന്ന് 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാം ഈ വൈറ്റ് സോസ് അല്ലെങ്കിൽ മയണൈസ്. അപ്പോൾ മുട്ടയില്ലാതെ സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മയണൈസ് കുട്ടികൾക്കെല്ലാം വളരെ ഗുണമുള്ളതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡിനകത്ത് ചേർത്ത് കൊടുക്കാം, ചപ്പാത്തിയിൽ അങ്ങനെ എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് മുട്ടയില്ലാത്തത് കൊണ്ട് വെജിറ്റേറിയൻകാർക്കും പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വൈറ്റ് സോസാണ്. ഈ മയണൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ? ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോസ് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാനെത്താം. അപ്പോൾ ഇന്നത്തെ മയണൈസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഈ മയണൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. വേണമെങ്കിൽ രുചി കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ ചിലപ്പോൾ ഉപ്പ് കൂടിയാൽ നമുക്ക് അതിനകത്ത് കുറച്ച് മയണൈസ് ഒക്കെ ഇട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടിപ്പായിട്ട് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും മയണൈസ്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല, ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചാൽ മതി. ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കേട്ടോ. സിമ്പിളായിട്ട് എൻ്റെ വക ഒരു ടിപ്പാണത്. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല കിടിലം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.